നമസ്കാരം. ഗണഗീതം തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസവും ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ സംഘർഷങ്ങളുണ്ടായി. തിരുവനന്തപുരത്ത് പാലോട് ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ സംഘർഷമുണ്ടാകുന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പഞ്ഞിക്കിടുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി നടന്ന സംഭവം. സത്യത്തിൽ ക്ഷേത്രോത്സവങ്ങൾ വരികയാണ്. ഈ ക്ഷേത്രോത്സവങ്ങളിലെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഭജനകളുണ്ടാകും, നാമജപ ഗാനങ്ങൾ, അതുപോലെ തന്നെ ഭജനകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഈ ഭജനകളിലെല്ലാം ദേശഭക്തി ഗാനങ്ങൾ പാടുക പതിവാണ്. അത് വർഷങ്ങളായി പാടി വരാറുള്ള ഗാനങ്ങൾ, അത് പലതും RSSൻ്റെ ഗണഗീതങ്ങളായിരിക്കാം, അല്ലാത്തവയായിരിക്കാം. എന്തായാലും അത് ആത്യന്തികമായി ദേശഭക്തി ഗാനങ്ങളാണ്. ഈ ദേശഭക്തി ഗാനങ്ങൾ ഈ പറയുന്ന ഭജനകളോടൊപ്പം പാടുക പതിവാണ്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ ചില സുഡാപ്പികളുമെല്ലാം ചേർന്നുകൊണ്ട് ഗണഗീതം എവിടെ പാടുന്നുവോ അവിടെ തടയുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അടിപിടി ഉണ്ടാക്കുക എന്ന ഒരു അജണ്ടയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ഷേത്രോത്സവങ്ങളുടെ കാലമായതുകൊണ്ട് തന്നെ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാം പഴി RSSൻ്റെയും BJPയുടെയും ഹിന്ദു സംഘടനകളുടെയും ഒക്കെ പേരിൽ വയ്ക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് അജണ്ട. മാത്രമല്ല, ഈ ക്ഷേത്രോത്സവങ്ങൾ കുളമാക്കുക, ക്ഷേത്രോത്സവങ്ങളിലേക്ക് സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ആളുകൾ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക, ഇതൊക്കെ ആയിരിക്കാം ഇവരുടെ ഗൂഢലക്ഷ്യം. പക്ഷേ ഇത്തരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങൾ, അത് RSSൻ്റെ ഗണഗീതം എന്ന് നിങ്ങൾ വിളിച്ചോളൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിട്ട് വിളിച്ചോളൂ, RSS ഗീതമെന്ന് വിളിച്ചോളൂ, ഗണഗീതമെന്ന് വിളിച്ചോളൂ, പ്രാർത്ഥനയെന്ന് വിളിച്ചോളൂ, എന്തായാലും അത് ആത്യന്തികമായി ദേശഭക്തി ഗാനങ്ങളാണ്. ആ സാഹിത്യം പരിശോധിച്ച് കഴിഞ്ഞാൽ, ആ വരികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ പ്രകീർത്തിച്ച് പാടുന്ന വരികളാണത്. സത്യത്തിൽ അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകളും ഈ ഗണഗീതത്തെ എതിർക്കുന്ന സുഡാപ്പികളും എല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം. RSSൻ്റെ ഗണഗീതങ്ങളിൽ ഭൂരിഭാഗം, വളരെ ചെറിയൊരു അംശം ഗണഗീതങ്ങളിൽ ഒഴിച്ചാൽ മറ്റൊരിടത്തും RSSൻ്റെ നേതാക്കന്മാരെക്കുറിച്ചോ RSS എന്ന സംഘടനയെക്കുറിച്ചോ ഒന്നും പരാമർശമില്ല. അതിലെല്ലാം പ്രതിപാദ്യമായ വിഷയം രാഷ്ട്രമാണ്, രാഷ്ട്രത്തോടുള്ള ഭക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ദേശഭക്തി ഗാനങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി നിരവധി ആളുകൾ ഈ പൊതുസമൂഹത്തിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂൾ യുവജനോത്സവങ്ങളിൽ കുട്ടികൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ പറയുന്ന വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ഗണഗീതം പാടി എന്ന് പറയുന്നത് പോലെ നിരവധി വിശേഷ അവസരങ്ങളിൽ സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും മറ്റ് സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം ദേശഭക്തി ഗാനങ്ങൾ എന്ന നിലയിൽ ഈ ഗണഗീതങ്ങളെ ഉപയോഗിക്കാറുണ്ട്. അത് ആത്യന്തികമായി ദേശഭക്തി ഗാനങ്ങളായതുകൊണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സംഘർഷങ്ങൾ? ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി പഞ്ഞിക്കിട്ടു. ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഇപ്പോൾ എണീറ്റ് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി. അതിൻ്റെ കാരണം എന്താണ്? മാനമര്യാദയ്ക്ക് ഒരു ഗാനം ആലപിക്കുന്നു, ആ ഗാനാലാപനം തടസ്സപ്പെടുത്താൻ വേണ്ടി അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെയുള്ള നാട്ടിൽ ഈ പറയുന്ന സംഘം ഇങ്ങനെ ആ ഗാനാലാപനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാവുക അത് സ്വാഭാവികമാണ്. ഇവരെല്ലാം, ഈ തടസ്സപ്പെടുത്താൻ പോകുന്നവരെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ആ വരികൾ കൃത്യമായി തന്നെ പരിശോധിക്കുക. ആ വരികളിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് പരിശോധിക്കുക. ആ വരികൾ ദേശഭക്തി തുളുമ്പുന്ന വരികളാണോ എന്ന് പരിശോധിക്കുക. ഈ നാടിനെ, നമ്മുടെ രാഷ്ട്രത്തെ വാഴ്ത്തിപ്പാടുന്ന സാഹിത്യങ്ങൾ, അത് ഗാനങ്ങളായിക്കോട്ടെ കവിതകളായിക്കോട്ടെ, അതിൻ്റെ ആലാപനവും അവതരണവും തടയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭരണകർത്താക്കളും അതുപോലെ തന്നെ നിയമനിർമ്മാതാക്കളുമെല്ലാം ഇനി ആലോചിക്കേണ്ട കാര്യം അതാണ്. ഹിന്ദു മതത്തെ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങൾ, നിരവധി ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ മതത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു നാടക അവതരണം നടക്കുന്നത് നമ്മൾ കണ്ടു. ബിനാലയിലും മറ്റ് കലാരൂപങ്ങൾ വരുന്നത് നമ്മൾ കണ്ടു. മതങ്ങളെയും അതുപോലെ തന്നെ സംഘടനകളെയും അതോടൊപ്പം തന്നെ രാജ്യത്തെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള കലാരൂപങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു ദേവതയായ സരസ്വതി ദേവിയെ അപമാനിച്ചുകൊണ്ട് വരയ്ക്കപ്പെട്ട ചിത്രത്തിന് അവാർഡ് കൊടുത്ത സംസ്ഥാനമാണ്. ആ സംസ്ഥാനം എന്തുകൊണ്ടാണ് രാജ്യത്തെ വാഴ്ത്തിപ്പാടുന്ന, ഈ നമ്മുടെ നാടിനെ വാഴ്ത്തിപ്പാടുന്ന, നമ്മുടെ പെറ്റമ്മയേക്കാൾ മഹത്തരമെന്ന് നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യത്തെ വാഴ്ത്തിപ്പാടുന്ന കലാരൂപങ്ങളും സാഹിത്യ സൃഷ്ടികളും, അത് കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, ഗാനമായിക്കോട്ടെ, ഇതൊക്കെ തടസ്സപ്പെടുത്തുന്നവന് ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ അത് ഈ നാട്ടിൽ ഉണ്ടായേ പറ്റൂ. അതുമാത്രമാണ് ഈ ഒരു സംഘർഷത്തിനുള്ള പോംവഴി. രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് ക്ഷേത്രോത്സവങ്ങൾ അലങ്കോലപ്പെടുത്തുക, ക്ഷേത്രോത്സവങ്ങളിൽ സംഘർഷമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം ഗാനങ്ങളെ തടസ്സപ്പെടുത്തുക
തടസ്സപ്പെടുത്തുക, ഇത്തരം ആവിഷ്കാരങ്ങളെയും കലാരൂപങ്ങളെയും ഒക്കെ തടസ്സപ്പെടുത്തുന്ന ആരായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ പോലീസുകാർക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെയാകും. എന്തായാലും ഒരാളെ കൂടി പഞ്ഞിക്കിടപ്പെട്ടു എന്നുള്ളതാണ്. ഇത്തവണ വയറ് നിറച്ച് കിട്ടിയത് അന്തം കമ്മിക്കാണ്. ഈ RSSകാരോടുള്ള അന്ധമായ വിരോധം കാരണമാണ് രാഷ്ട്രഭക്തി ഗാനത്തെ തടസ്സപ്പെടുത്താൻ ചെന്നത്. അതിന് കണക്കിന് കിട്ടി എന്ന് വേണം പറയാൻ. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കണക്കിന് കിട്ടിയെന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.